ചെറുപ്പം മുതലേ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേ ഇങ്ങനെ പോയി. ചെറുപ്പം മുതലേ ഞാൻ ടിവിയിലൊക്കെ കാണാറില്ല. എനിക്ക് അമ്മ ചോറ് വാരി തരുമ്പോഴൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാ? ആ കുട്ടിയാണോ എവരിബഡി കുറച്ച് കാലേ ഇവന് മൂത്താപ്പാക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോഴേ എന്നെ കണ്ടോണ്ടിരുന്നേന്. ഇവൻ അതേ പ്രായം തന്നെയായിരുന്നു എനിക്കും. അവൻ മൂക്കൊലിപ്പിച്ചോണ്ടാണ് ഞാൻ കുറച്ച് നല്ലപോലെ അതേ പ്രായത്തില് അതേ ഇതില് ആ മൂക്കൊലിപ്പിച്ചോണ്ട് ചോറ് അടിച്ചോണ്ടിരുന്ന അവിടെ. അന്ന് വല്ല തട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ണിമാസത്തിൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇട്ടിട്ട് ഇടാതെ ഉണ്ണിമാസത്തിൽ മാസത്തിലൂടെ എന്ന ടെലിക്വിസ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പറഞ്ഞോ നിന്റെ ആൻസർ? ഞാൻ പറഞ്ഞു. അപ്പം then you asked him and then he said Sam. ഇല്ലല്ല, ഞാൻ ആൻസർ തുടങ്ങിയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുനാൾ മുതലേ ഇവളെ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പൊ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ സെയിം സാധനമായിരിക്കും. ആ ബിംബം എന്തായി? ബിംബം അതുക്കും മേലെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അത് വന്ന് കേറിയപ്പോ തന്നെ അങ്ങ് നമ്മളേതോ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നീ മറ്റേ അന്ന് കോഴിക്കുഞ്ഞുങ്ങളെ നീ ചോറ് കഴിക്കുമ്പം ഞാൻ മലയാളത്തിലല്ലായിരുന്നോ സംസാരിച്ചോണ്ടിരുന്നത്? അവിടുന്ന് ചോറ് വാരി തന്നില്ലേ? ആ ഇങ്ങനെ നിനക്കപ്പം വിവരമില്ലല്ലോ. ഇത് മലയാളി കുട്ടിയല്ലേ? മലയാളികള് നിന്നെ അടിക്കും. എനിക്ക് മലയാളം അറിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ മലയാളം നല്ല മലയാളം. Nobody has ever complained. എന്താ പഠിച്ചത്? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അതിലൊന്നും അല്ല കാര്യം. ഒന്നും അങ്ങനെയല്ല ഉണ്ടാവുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. നല്ലൊരു കൈ. ഇപ്പൊ ബേസിൽ എല്ലാവർക്കും ക്ഷീണമുണ്ട്. ബേസിൽ ഒത്തുപിടിച്ചോളൂ കേട്ടോ. നിന്റെ ഇടപെട്ടിട്ടുണ്ട്. വിട്ടുകൊടുക്കണ്ട.